ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോ 4ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 4 ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ 1, 2, 3 ഒന്നും കാണാൻ വീഡിയോ 4 കാണാമെന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ 1, 2, 3 കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് കൃത്യമായ കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഈ സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റ്? അപ്പോൾ എന്താണ് ഈ പ്ലേലിസ്റ്റ്? ഈ വീഡിയോ ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? നിങ്ങളൊരു സ്വിംഗ് ട്രേഡറാണോ? ഷോർട്ട് ടൈം ട്രേഡറാണോ? BTST ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ഇൻട്രാഡേ ചെയ്യുന്ന ആളാണോ? ഇൻട്രാഡേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണോ? ലോങ് ടൈം ആണോ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. അതായത് ഈ സീരീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ശരിയായ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ വെറുതെ പറയണതല്ല, ഇറ്റ് ഈസ് സോ ട്രൂ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് തിയറി എന്താണ്? ഇമ്പോർട്ടൻറ്റ് തിയറി ഞാൻ ഫസ്റ്റ് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഈ വീഡിയോയിലും പറയാം. നിങ്ങൾ ഇൻട്രാഡേ ഒരു ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണം. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ പ്രൈസ് പോയിന്റ് നിങ്ങൾ ഇൻട്രാഡേ ഒരു ഷോർട്ട് ടൈം ട്രേഡിൽ കൊണ്ടുവരണം. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. അതായത് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ ഇൻട്രാഡേ ഒരു ഷോർട്ട് ടൈം ട്രേഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതാണ് കോർ കൺസെപ്റ്റും അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഫിറ്റബിൾ ആവാനുള്ള സീക്രട്ടും. അപ്പോൾ ഈ സീരീസ് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? ഇൻട്രാഡേ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. സോ വീഡിയോ 3യിൽ എന്താണ് പഠിച്ചത്? പിന്നെ വീഡിയോ 4 പറയാൻ മുന്നേ ജസ്റ്റ് വീഡിയോ 3ൻ്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഞാൻ പറയാം. വീഡിയോ 3യിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി ആൻഡ് വീക്ക്ലി ചാർട്ടാണ് സ്ട്രോങ് ആൻഡ് പവർഫുൾ എന്ന് നമ്മൾ പഠിച്ചു. കാരണം അതാണ് ഏറ്റവും ഹയർ ടൈം ഫ്രെയിം, അതായിരിക്കും ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്തു. ഇതിന് മുന്നത്തെ വീഡിയോ നോക്കാം. വീഡിയോയിൽ ഞാൻ ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കണമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൽ ഞാനൊരു PDF ഫയൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 88 സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ലൈന് ഞാൻ കഷ്ടപ്പെട്ട് വരച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക, നോക്കുക, സ്വയം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു കാര്യം നടക്കില്ല ഫ്രണ്ട്സ്. വെറുതെ ജസ്റ്റ് ആരെങ്കിലും പറയുന്ന ടിപ്സൊക്കെ നോക്കി ട്രേഡ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവില്ല. അതിന് കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുക്കുന്നത് ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം നിങ്ങൾ പണിയെടുത്താൽ മതി. അതിൻ്റെ ഒരു നാക്കും ഒരു ടെക്നിക്കും പിടിയിട്ട് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ലൈൻ എന്താണ്? ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ചെറിയൊരു കൺസെപ്റ്റ് പറയുകയാണ്. ട്രെൻഡ് ലൈൻ എന്താണ്? ഇങ്ങനെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു തട്ട് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവില്ല. അപ്പം നമുക്ക് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ പഠിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം, ഇതൊരു മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ സ്റ്റോക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഫസ്റ്റ് സ്റ്റോക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മേലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ അടുത്ത ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. പിന്നെ വേറൊരു ഉദാഹരണം, ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അപ്പ് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ട്രെൻഡ് ലൈനുകൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് മന്ത്ലി ചാർട്ടിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. വേറൊരു ട്രെൻഡ് ലൈൻ, സ്റ്റോക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, മേലോട്ട് പോകുന്നു. സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, മേലോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ ട്രെൻഡ് ലൈൻ എന്തുകൊണ്ട് വളരെ സിമ്പിൾ അല്ല, ഇതൊക്കെ വെച്ചിട്ട് എന്താണ്? ഫ്രണ്ട്സ്, ബേസിക് ആൻഡ് പവർഫുൾ കാര്യം പഠിച്ചാലേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാൻ പറ്റുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ ട്രേഡിങ്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇൻഡിക്കേറ്റർ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയതാണ്. അത്രയ്ക്കൊന്നും ആവശ്യമില്ല, അങ്ങനെയല്ല. അപ്പോൾ അടുത്തത് വേറൊരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നിങ്ങളൊരു വ്യത്യാസം കാണും. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇതിന് താഴെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു, ഇതിന് മേലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. അപ്പോൾ ഈ സ്റ്റോക്ക് ഇതിൻ്റെ ഇടയിൽ കിടന്നാണ് മൂവ് ചെയ്യണത്. അതേപോലെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, താഴെ ഇവിടെ തട്ടി നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ചു. പിന്നെ മുകളിൽ തട്ടിയിട്ട് ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും അതുപോലെ തന്നെ താഴെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, മേലെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, താഴെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, മേലെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, താഴെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, മേലെ ഒരു ട്രെൻഡ് ലൈൻ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രെൻഡ്. അപ്പോൾ ഒരു ട്രെൻഡിൽ നിന്ന് അടുത്ത ട്രെൻഡിലേക്ക് സ്റ്റോക്ക് പോകും. പിന്നെ വീണ്ടും ആ ട്രെൻഡിന് സ്ട്രോങ് ഇല്ലെങ്കിൽ വീണ്ടും അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും അടുത്ത ട്രെൻഡ് ലൈൻ പിടിച്ച് പോകും. അപ്പോൾ വേറൊരു ഉദാഹരണം, ചെറിയൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ച്, പിന്നെ മേലെ ഇവിടെ ഒരു വലിയ ട്രെൻഡ് ലൈൻ വരച്ചു. അപ്പോൾ ചില ഭാഗങ്ങളിൽ വേറെ ട്രെൻഡ് ലൈൻ ഉണ്ട്, വേറെ ചെറിയ ട്രെൻഡ് ലൈൻ ഉണ്ട്. എല്ലാ ട്രെൻഡ് ലൈനും എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ വരച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതാണ് മനസ്സിലാക്കുന്നത്. ട്രെൻഡ് ലൈനുകൾ ഇങ്ങനെയാണ്, താഴെയും കിട്ടും, മേലെയും കിട്ടും. ഓക്കെ, അപ്പോൾ വേറെ എക്സാമ്പിൾ, താഴെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരുന്നു, അത് നമ്മൾ വരച്ചു. പിന്നെ മേലെ നിന്നൊരു ട്രെൻഡ് ലൈൻ വരുന്നു, അത് വരച്ചു. പിന്നെ ആ ട്രെൻഡ് ലൈൻ വിട്ടു സ്റ്റോക്ക് മേലോട്ട് പോയി.
അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾ 2 ടൈപ്പ് പാറ്റേൺ ആണ് ഈ മന്ത്ലി ചാർട്ടിൽ, അതായത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ചാർട്ടിൽ നിങ്ങൾ കണ്ടത്. 2 പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ, ചാനൽ പാറ്റേൺ, ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, മേലെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ചാനൽ പോലെ ഇതിൻ്റെ ഇടയിൽ കടന്ന് സ്റ്റോക്ക് കളിക്കുന്നു, അത് ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ പോലെയല്ല, ജസ്റ്റ് ഒന്നൊരു ഉള്ളിലേക്ക് ചെരിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിലുണ്ടാവും. കൃത്യമായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുന്ന പോലെയോ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല. കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ചിലപ്പോൾ കുറച്ചൊന്ന് മേലോട്ട് പൊന്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒന്ന് താഴോട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, പക്ഷെ ഇങ്ങനെ താഴേക്ക് ആയിരിക്കും, ചിലപ്പോൾ മേലോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. പക്ഷെ കൺസെപ്റ്റ് ഇതാണ്. അതായത് 2 ഒരു ട്രെൻഡ് ലൈനുകളുടെ ഇടയിൽ കിടന്നിട്ടായിരിക്കും ഈ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ട്രെൻഡ് ലൈനുകൾ. അപ്പോൾ ഇനി ഞാൻ സ്റ്റോക്കിൻ്റെ ബേസിക് മൂവ്മെൻറ്റ് പറയാൻ പോകണം. ഏതൊരു സ്റ്റോക്ക് എടുത്ത് നോക്കിക്കോ, ഇങ്ങനെ അല്ലാണ്ട് ഒരു സ്റ്റോക്കും മൂവ് ചെയ്യില്ല, ഒരു സ്റ്റോക്കോ ഒരു ഇൻസ്ട്രുമെൻറ്റോ മൂവ് ചെയ്യില്ല. കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ട് വരുന്നുള്ളത് മാത്രം. അതായത് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടാവും, ഒരു സ്ഥലത്ത് കിടന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് ഇങ്ങനെ മൂവ് ചെയ്യും, ഇങ്ങനെ മേലോട്ട് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ എന്നിട്ട് മൂവ് ചെയ്യും. അത് കഴിയുമ്പോൾ ആ ഒരു ട്രെൻഡിൽ നിന്ന് വിട്ടിട്ട് അടുത്ത ട്രെൻഡിലേക്ക് പോയിട്ട് വീണ്ടും അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്, വീണ്ടും അടുത്ത ട്രെൻഡിലേക്ക് അപ്പ് ഡൗൺ മൂവ്മെൻറ്റ്. അപ്പം ഇങ്ങനെ ഓരോരോ ഷിഫ്റ്റ് ആയിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുക. ഇത് മേലോട്ട് പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റോക്കിന് വേറെ ഉദാഹരണം. അതായത് ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ വന്നു, സ്റ്റോക്കിൽ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ, പിന്നെ മേലോട്ട് പോയി അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ ആണ്. പെട്ടെന്നൊരു സ്റ്റോക്കിന് അത്ര വലിയൊരു വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ ഡൗൺ ആയി വന്നിട്ട് വീണ്ടും അപ്പ് ഡൗൺ വന്നു. ഓക്കെ, വേറെ ഉദാഹരണം പറയണമെങ്കിൽ ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ പറയാം. ഒരു ചാനൽ പാറ്റേൺ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ആ ചാനൽ പാറ്റേൺ വന്നതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ വന്നിട്ടുണ്ടാവും, പിന്നെ അടുത്തൊരു പാറ്റേൺ. അപ്പോൾ ഇതൊക്കെ ഒരു ഏകദേശം ഒരു തിയററ്റിക്കലായിട്ടുള്ള കറക്റ്റായിട്ടാണ് പറയണത്. പക്ഷേ ഇതിനിടയിൽ ചില മൂവ്മെൻറ്റുകൾ നമുക്കിപ്പോൾ പാറ്റേൺ കിട്ടണമെന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് 95% ഇങ്ങനെയാണ് സ്റ്റോക്കുകൾ, ഒരു നല്ല സ്റ്റോക്കുകൾ മൂവ് ചെയ്യേണ്ടത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഓക്കെ, ഇപ്പോൾ വേറെ ഉദാഹരണം പോലെ തന്നെ വലിയൊരു ട്രെൻഡ് ലൈനിലുണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും വേറൊരു പാറ്റേണിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്ക് പ്രൈസുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെയുള്ളൊരു ക്യാച്ച് നമുക്ക് വേണമെങ്കിൽ ക്യാച്ച് ചെയ്യാം. സെല്ല് ചെയ്യുന്നവർക്ക് ഇങ്ങോട്ട് ഇവിടെ നോട്ടിട്ട് താഴോട്ട് ക്യാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെ ക്യാച്ച് ചെയ്യാം, ഇവിടെ നോട്ടിട്ട് ഇവിടം വരെ ക്യാച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നോട്ടിട്ട് ഇവിടം വരെ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ ടെക്നിക്കുകളുണ്ട്. ഇതിൻ്റെ ബേസിക്കായിട്ട് എങ്ങനെ നമ്മൾ എൻട്രി എടുക്കുന്ന മറ്റുള്ള കാര്യങ്ങളും ടെക്നിക്കുകളുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന വീഡിയോസിലാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇത് നമ്മൾ ബേസിക് തൊട്ടിട്ട് കൃത്യമായിട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എങ്ങനെയാണ് കൃത്യം ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തോന്നും, നിങ്ങൾക്ക് ഭയങ്കര വലിയ കോംപ്ലിക്കേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷമമായിട്ട് തോന്നും. ബട്ട് ഫ്രണ്ട്സ്, അതൊന്നും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല, കാശുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശരിക്കും എന്താണെന്ന് പഠിക്കുക, ശരിക്കും നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക, ABCD പഠിക്കുക, എന്നിട്ട് വാക്കുകൾ കൂട്ടി യോജിക്കുക, സംസാരിക്കുക, വർത്തമാനം പറയുക, ഫ്ലൂവൻ്റായിട്ട് വർത്തമാനം പറയുക. ഓക്കെ, അപ്പോൾ ഈ സെയിം സംഭവം തന്നെ ഒറിജിനൽ ചാർട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് സ്റ്റോക്ക് മേലോട്ട് പോയി, അപ്പോൾ ഡൗൺ വന്നു, വീണ്ടും മേലോട്ട് പോയി, വീണ്ടും അപ്പ് വന്നു, വേണമെങ്കിൽ നമുക്കിവിടെ ബൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നൊരു പാറ്റേൺ വന്നു, അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി, അപ്പോൾ നമുക്കിവിടെ ബൈ ചെയ്യാം. പിന്നെ അടുത്തൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാം. പിന്നെ അടുത്ത മൂവ്മെൻറ്റ് വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ച് പ്രാക്ടീസ് ചെയ്യണം. അടുത്തൊരു എക്സാമ്പിൾ, ഇങ്ങനെ സ്റ്റോക്ക് അപ്പ് ചെയ്തു, ഡൗൺ വന്നു, അപ്പ് വന്നു, ഡൗൺ വന്നു, കണ്ടോ? സിമ്പിളായിട്ട് ട്രെൻഡ് വന്നതുണ്ടോ? ഇതൊരു മന്ത്ലി ചാർട്ടാണ് ഞാൻ കാണിക്കുന്നത്. മന്ത്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ കണ്ണിനെ ട്രെയിൻ ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കാൻ പഠിക്കണം. ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. എന്ത് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിക്കോ, ഇതിൻ്റെ ഇടയിലല്ലാണ്ട് ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല. ഇൻഡിക്കേറ്ററിൽ ഇവിടെ ഒരു ബൈ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്ററിൽ അതിനൊരു ബ്രേക്ക് വന്നില്ലെങ്കിൽ അത് താഴോട്ട് തന്നെ പോകുള്ളൂ, ഇൻഡിക്കേറ്റർ ഇവിടെ ഫെയിൽ ആവും. എന്നാൽ ഇവിടെ ബൈ ചെയ്യണോടത്ത് ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ നല്ലൊരു പ്രോഫിറ്റബിൾ തരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ ടെക്നിക്കുകളുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ വരുന്ന വഴി പറയാം. ഓക്കെ,
അപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇതേപോലെ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടറിയാം. ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് പോകണമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും, ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇതാദ്യമായി ട്രെയിൻ ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അവിടെ നിന്നൊരു ബ്രേക്ക് വന്നു പോയത് കണ്ടു സ്റ്റോക്ക്. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം പറയാൻ എളുപ്പമാണ്, കാരണം ഇതന്നെ നമുക്ക് ക്യാച്ച് ചെയ്യണമെന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക്, കഴിഞ്ഞ തവണ നിങ്ങൾ മന്ത്ലി ചാർട്ടിൽ ട്രെൻഡ് ലൈൻ വരച്ചു. അപ്പോൾ മന്ത്ലി ചാർട്ട് വരയ്ക്കുമ്പോൾ എന്താണ്, വെറും ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ചാനൽ പാറ്റേണോ ട്രയാങ്കിൾ പാറ്റേണോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്തവണ വീക്കിലി ചാർട്ടിൽ പാറ്റേൺ വരച്ച് പഠിക്കുക. വരച്ച് പഠിക്കുകയല്ല, ഹാർഡ് വർക്ക് ചെയ്ത് വരച്ച് പഠിക്കുക. വരച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ അതിൻ്റെ പോയിന്റ് ആയിട്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആകും, എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു തന്നേക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 88 സ്റ്റോക്കിൽ ട്രെൻഡ് ലൈൻ വരച്ച് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ വീക്ക്ലി ചാർട്ടിൽ ഞാൻ അതുപോലെ വരച്ച് തരാൻ നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇതിൻ്റെ താഴത്തെ ലിങ്കിൽ അതുണ്ടാവും, നിങ്ങൾക്ക് അതെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സിമ്പിളാണ്, പവർഫുള്ളാണ്. ശരിക്കും അതിൻ്റെ കോർ കൺസെപ്റ്റും മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാം. തെറ്റ് പഠിച്ചുകൊണ്ട് ഇന്ന് ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതുവരെ എന്നെ കേട്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ ഫ്രണ്ട്സ്.